ഹലോ പ്രിയ കൂട്ടുകാരെ, ഇത് കണ്ടോ നമ്മുടെ ഇന്ന് നിൽക്കുന്നത് ഒരു പാടത്താണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളൊരു പാടത്താണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് പോരെ, നമുക്ക് കാഴ്ചകൾ കാണാം. നോക്കി മഞ്ഞ പൂവ്, ഒരു സൈസ് മഞ്ഞ പൂവാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ പാടത്തെല്ലാം ഇതാണ്, പക്ഷേ പൂ കാണാൻ നല്ല രസമാണെങ്കിലും ഇതൊരു എന്താ പറയുന്നത്, നമുക്കൊരു ശല്യമായ ഒരു ചെടിയാണ്. പക്ഷേ പൂക്കൾ കാണുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടവും തോന്നുകയും ചെയ്യും കേട്ടോ. നല്ല രസമല്ലേ. ഒരു പാടത്തിൻ്റെ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. മനോഹരമായ തെങ്ങുകളും ഇവിടെയൊക്കെ കൃഷി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പം ഇച്ചിരി കൂടി കഴിയുമ്പോഴത്തേക്കും കൃഷി ഇറക്കും. ഇവിടെയൊക്കെ പയറൊക്കെ കൃഷി ചെയ്തിട്ട് ആൾക്കാർ ഞാൻ അടുത്ത് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം ഒഴിഞ്ഞിട്ടേക്കുന്നതാണേ. നോക്കിയെങ്കിൽ ഞങ്ങളുടെ ഒരു കാഴ്ച കാണിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ കാളകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുട്ടിച്ചൻ ചേട്ടൻ്റെ കാളകളാണ്. ഇവർ ഓട്ട മത്സരത്തിലൊക്കെ പോകുന്നതാണ്. അവർ ഈ പാടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 4 പേരെ പരിചയപ്പെടുത്താം കേട്ടോ. കണ്ട, ഒന്നാമൻ, അടുത്ത രണ്ടാമൻ. അതിനൊരു ഇച്ചിരി കൂടി ഒരു സ്റ്റൈലിഷാണേ. നോക്കിക്ക് ഇച്ചിരി ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ട്. അടുത്തത് മൂന്നാമൻ. അടുത്തതാണ് നമ്മുടെ 4ആമൻ. കണ്ടോ, അടിപൊളിയല്ലേ. നേരെ ഇങ്ങനെ നോക്കി കുറച്ചേരൊക്കെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നേ. അവന്മാരുടെ ചുറ്റും ആരാധകർ എത്ര പേരാ നോക്കിക്കേ. അവന്മാരുടെ മേത്തുള്ള ഈ ചെള്ളു പോലെയുള്ളതിനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കൊക്കുകളാണ് ഇഷ്ടം പോലെ. നല്ല രസമല്ലേ, നല്ല സുന്ദരമായ ഒരു നാടൻ കാഴ്ച അല്ലേ. ഇവരൊക്കെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ് കേട്ടോ. കാള ഓട്ട മത്സരത്തിന് കുട്ടിച്ചേട്ടൻ ഇവരെ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഇവരെ രാവിലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കും. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു തോടിന് സൈഡിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനെല്ലാം തേച്ച് ഉരുമി കുളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി വിടും. അതിനുശേഷം പിന്നെയും പിറ്റേ ദിവസം ഇതുപോലെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പോസിങ് തുടങ്ങി. ഓയ്, യൂട്യൂബിൽ വരണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. ഹോയ് ഹോയ്. അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. യൂട്യൂബിൽ ശരിക്കും ഫേസ് കാണിക്കേണ്ടവരൊക്കെ നോക്കിക്കോ. എടാ ഇങ്ങോട്ട് നോക്കടാ കുഞ്ഞാ. എൻ്റെ കിട്ടി. എല്ലാവരും ഈ ചൂടൊക്കെ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയും വയറ് നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ കൊക്കുകളെല്ലാം കൂടി ഒന്നിച്ച് പറക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം കാടാണ് കേട്ടോ. പക്ഷേ ഒരു ഇച്ചിരി കൂടി കഴിയുമ്പോൾ നല്ല നെൽകൃഷിയൊക്കെ ഇറക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ വരളികളൊക്കെ ഇത് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് അപ്പുറത്തേക്കൊക്കെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, വെള്ളമൊക്കെ ഒഴുകുന്നത്. പക്ഷേ എല്ലാം ഇപ്പോൾ കാട് കയറി കിടക്കുവാണ്. ഇപ്പോൾ അപ്രത്യക്ഷമായിട്ട് വേനൽമഴയൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലായിടത്തും ഭയങ്കര കാടങ്ങ് എരുമ്പിച്ച് കയറി. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കപ്പ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വിളവെടുക്കും. ഇതൊക്കെ പിന്നെ ഇപ്പോൾ തന്നെ നെൽകൃഷിയോട് അനുബന്ധിച്ച് ഇപ്പോൾ നെൽകൃഷി ഇറക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കളയാൻ കിടക്കുന്ന കപ്പകളാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി അവിടെ എല്ലാം ഇതെല്ലാം ഭയങ്കര പാടങ്ങളാണ്. അതെല്ലാം അവിടെ എല്ലാം കൃഷി ഇറങ്ങും കേട്ടോ. നല്ല രസമല്ലേ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്രയും അങ്ങനെ ചേർന്ന് കാണിക്കാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. പാഴിയൊക്കെ പിടിച്ച് നമ്മുടെ ഒരു നൊസ്റ്റാളജിയ. പണ്ടൊക്കെ നമ്മൾ വരളിക്കത്രയൊക്കെ പോയി മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാടായിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര ബിസിയായി. വീഡിയോയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിയാറായെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. 2 പേര് പുല്ലിലോട്ട് തിരിഞ്ഞു. ഒന്നാമത്തെയാൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുവാണ് ആരെങ്കിലും അയക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ. ഉണ്ടോ കൊക്കുകളൊക്കെ ഞാൻ കുറേയൊക്കെ ഒച്ച വെച്ചിട്ട് അവരൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഭയങ്കര ശ്രദ്ധയിലാണ്. എല്ലാവരും അവരുടെ ഒപ്പം നടക്കുകയൊക്കെ ചെയ്യുവാണ്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഈ കാളക്കുഞ്ഞുങ്ങളും നമ്മുടെ ഗ്രാമീണ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അമ്പരച്ചുംബികളായിട്ട് നിൽക്കുന്ന തെങ്ങുകൾ, കപ്പത്തോട്ടങ്ങൾ, വാഴകൾ, പിന്നെ എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് പരടിയെല്ലാം കിടക്കുവാണ് കേട്ടോ. പക്ഷെ ഇത് എല്ലാം തെളിഞ്ഞ് ഇച്ചിരി കൂടി കഴിയുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വരുന്നൊരു സീസണുണ്ട്. നല്ല രസം നെൽകൃഷിയൊക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോകളൊക്കെ. എന്താ ഞാൻ പറയുന്ന സൈറ്റ് ഇതിനകത്തൊക്കെ നല്ല കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല നിറഞ്ഞ് വെള്ളമൊക്കെ വരും. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇതൊക്കെ ഇപ്പോൾ എല്ലാം കാട് കയറി ഇങ്ങനെ കിടക്കുക കണ്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളച്ചാലമൊക്കെ ഒഴുകി തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടി കൃഷി ചെയ്യാനൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഞങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ ഷോർട്ട് കട്ട് കയറി പോകുന്നതാണ്. പാലൊക്കെ ആയിട്ട് വെളുപ്പിനെ പാല് സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാനൊക്കെ വേണ്ടി പോകുമ്പോൾ ഞാനൊക്കെ രാവിലെ ഇങ്ങനെ ഈ സൈറ്റിൽ പിന്നെ രസമെന്ന് പറയാം. എന്നാ ഒരു വൈബാണെന്നറിയാമോ. ഇങ്ങനെ കയറി പിന്നെ ഇങ്ങനെ വട്ടം ചാടി ചെന്ന് കഴിയുമ്പോൾ അവിടെ സൊസൈറ്റി ഉണ്ട്, അവിടെ പോകും.
കൊണ്ട് കൊടുക്കും. പിന്നെ ലൈബ്രറിയിലൊക്കെ വൈകുന്നേരമൊക്കെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കൂടെ ആയിരുന്നേ. അപ്പോൾ ഇങ്ങനെ എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടെ ഇച്ചിരി നേരം നിൽക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ നടന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് നല്ല രസമാകത്ത കാണാൻ. നെൽപ്പാടമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇതൊരു ആ പാറ കണ്ടോ, അത് പരുന്തം പാറ എന്ന് പറയുവേ. അവിടെ നമുക്ക് ഇനി ഒരു ദിവസം പോകാം കേട്ടോ. അവിടെ ഒരു ചേട്ടൻ പണ്ട് സൂയിസൈഡ് ചെയ്താണ്, പടക്കം പൊട്ടിച്ച് തോട്ടമൊക്കെ പൊട്ടിച്ച് പുള്ളി അവിടെ സൂയിസൈഡ് ചെയ്ത പാറയാണത്. അവിടെ ഒരു ടൂറിസം മേഖലയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ, പുറപ്പുഴ പഞ്ചായത്തിൻ്റെ. അത് അതിൻ്റെ പ്രോജക്റ്റൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൂ. അങ്ങോട്ട് വന്ന് അതൊക്കെ സെറ്റപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞ് ഭാവിയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ താഴത്തേക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി സൈറ്റ് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഞാൻ ഇത്ര അടുത്താണെങ്കിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ബ്ലോക്കിലെ മെമ്പറാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു പ്രോജക്റ്റൊക്കെ വെക്കാനായിട്ട് ഇനി ഇടയ്ക്കൊന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പക്ഷേ എന്തെങ്കിലും ഭാവിയിലോട്ട് അതൊക്കെ ആ പ്രോജക്റ്റുകളൊക്കെ ശരിയായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുമ്പികളൊക്കെ ഇതിനകത്തൂടെ പാറിപ്പറന്നൊക്കെ നടക്കുന്നത്, നമ്മുടെ ആനത്തുമ്പികളൊക്കെ ഉണ്ട്, പാഴിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ വെള്ളം നന്നായിട്ട് ഒഴുകി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇതൊരു പൂമ്പാറ്റ. പൂമ്പാറ്റേ ഒന്ന് ചിറക് വിടർത്തിക്കേടി. ഭയങ്കര ക്ലോസിലാണോ, ശല്യം ചെയ്യണ്ട. തുമ്പപ്പൂവൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇനിയൊക്കെ ഞെരുക്കി കളയുകയും മഞ്ഞച്ച്. നമ്മുടെ ഇവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, നല്ല സുന്ദരി മുത്തശ്ശി മരിച്ചു പോയി കേട്ടോ. ഇതൊന്ന് കൈയൊക്കെ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്യും. വരുമ്പോൾ മുത്തശ്ശിനെയും കൂടെ ഓർക്കുക. ഇത് കണ്ടോ, ഇത് കാണുന്നതൊക്കെ നമ്മുടെ MLA പിരിയോസ് സാറിൻ്റെ ഫാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. സാറിൻ്റെ പ്ലോട്ടുകളൊക്കെയാണ് അപ്പുറത്തേക്കൊക്കെ കാണുന്നത്. ആ തെങ്ങൊക്കെ നിൽക്കുന്ന സ്ഥലം. ഇങ്ങനെ കല്ലൊക്കെ പാകി വെക്കുന്ന നാട്ടുവഴി കൂടെയാണ് പോകുന്നത്. അമ്മ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇടവഴികളല്ലേ കാണാൻ, നല്ല രസമല്ലേ. ഇതെല്ലാം മഹാഗണിത്തോട്ടങ്ങളാണേ. മറയുടെ ഇച്ചിരി കൂടെ അടുത്തുള്ളൊരു വ്യൂ കണ്ടോ. ഒരു ബട്ടർഫ്ലൈ വിഷമിച്ച് എൻ്റെ അടുത്തോടെ വന്നിട്ട് പോയി. ഞാൻ അപ്പോഴത്തേക്കും വീഡിയോ പോസ്റ്റ് വെച്ചേക്കുമായിരുന്നു. ഒരു പറന്ന് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചെതൽപ്പുറ്റുകൾ. ഇതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഒരു ദിവസം ചെയ്യാം കേട്ടോ. നെൽകൃഷിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അന്നേരമാണ് ഇത് സൈറ്റ് നമ്മൾ വാവ് എന്ന് പറയും. ഒരു പൂമ്പാറ്റ തേന്ന് കുരുന്നു. നല്ല രസമാണ്, നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ തോടാണ് കേട്ടോ, വെള്ളമൊക്കെ ഒഴുകി വരുന്നുള്ളേ. അപ്പോൾ നമ്മുടെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് പല പല വീഡിയോകളായിട്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി മടുപ്പിക്കാതെ പലതരത്തിലുള്ള വീഡിയോകളാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.